ശ്രീ ടി പി ശ്രീനിവാസൻ, മുൻ അംബാസഡർ ഉൾപ്പെടെ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ടി പി ശ്രീനിവാസൻ, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പശ്ചിമേഷ്യയിൽ എന്ത് സംഭവിക്കും ഈ ആക്രമണം കൊണ്ട്? ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം ഇക്കാര്യത്തിൽ ലോകം മുഴുവൻ തന്നെ ഇറാൻ ഒരു ആണവ രാജ്യമാകണമെന്ന് ആർക്കും ആഗ്രഹമില്ല. അവരുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾക്ക് പോലും, ഇന്ത്യ ഉൾപ്പെടെ, നമുക്ക് പോലും ഇറാൻ ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആകണമെന്ന് ആഗ്രഹമില്ല എന്നുള്ളതാണ് സത്യം. അത് എങ്ങനെ സാധിച്ചെടുക്കാം? അത് പീസ്ഫുൾ ആയിട്ട് അറ്റോമിക് എനർജി ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമോ, അതോ മറ്റ് സുഹൃത്തുക്കളുടെ പെരുമാറ്റം കൊണ്ടാകുമോ, അതോ അവരെ ഭയപ്പെടുത്തിയിട്ടാകുമോ, അതോ എന്തെങ്കിലും ആക്രമണം നടത്തി അവരുടെ ആണവ കാര്യങ്ങളൊക്കെ നശിപ്പിക്കുകയാണോ? ഇങ്ങനെയൊക്കെ പല ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ലോകം ആഗ്രഹിക്കുന്നത് ഇറാൻ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടായിക്കൂടാ എന്നുള്ളത് തന്നെ. അതാണ് അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ഒരു സപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നഷ്ടം വന്നു കഴിയുമ്പോൾ വീണ്ടും കോൺഫറൻസ് ടേബിളിലേക്ക് വന്ന് 2015 ഉണ്ടാക്കിയ ആ കരാർ ഒന്നുകൂടി വിസ്തരിച്ച് ചില അഷുറൻസ് കൊടുത്താൽ സമാധാനം സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം യുദ്ധത്തിൽ കൂടി ഇത് പരിഹരിക്കാൻ സാധ്യമല്ല. ശ്രീ ടി പി ശ്രീനിവാസൻ, ഇപ്പോൾ എന്തുകൊണ്ട് ഇറാൻ ഒരു ആണവശക്തിയാകാൻ പാടില്ല എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുകയാണല്ലോ, അതൊന്ന് വിശദീകരിക്കാമോ? അത് അവരൊരു NPT ഒപ്പിട്ട രാജ്യമാണല്ലോ. ഇന്ത്യയെ പോലെ അല്ല, നമ്മൾ NPT ഒപ്പിട്ടിട്ടില്ല. ഇസ്രയേലും ഇന്ത്യയും പാകിസ്ഥാനും മാത്രമാണ് NPT ഒപ്പിടാത്ത രാജ്യം. അതുകൊണ്ട് അങ്ങനെ ആണവ NPT ഇടാത്തവർക്ക് ഇത് വേണമെങ്കിൽ ചില ധാരണകൾ ഉണ്ടാക്കണം. അതാണ് നമ്മൾ അമേരിക്കയായിട്ട് 2008 ഒരു എഗ്രിമെന്റ് വന്നതോടുകൂടിയാണ് നമ്മളൊരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് എന്ന ഒരു പകുതിയെങ്കിലും സമ്മതിക്കുന്നത്. അപ്പോൾ അത് ഒരു കരാർ വഴി മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുള്ളൂ. പക്ഷേ ഇതിന് കരാറിന് തയ്യാറില്ലാത്തത് കൊണ്ടാണ് അമേരിക്ക അവരെ കരാറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം നടത്തുന്നത്. അല്ലാതെ ഇറാനെ അവസാനിപ്പിക്കാനോ മിഡിൽ ഈസ്റ്റ് തകർക്കാനോ ഒന്നുമല്ല. വളരെ നന്ദി ശ്രീ ടി പി ശ്രീനിവാസൻ, വളരെ വേഗത്തിലൊരു പ്രതികരണം നടത്തിയതിന്.